അതിർത്തികളിൽ ജാഗരൂകരായ ഇന്ത്യ ബഹിരാകാശത്തും സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും മാത്രമല്ല, ഇനി ഒരു രാജ്യത്തിനും ഇന്ത്യയുടെ കണ്ണു വെട്ടിക്കാനാകില്ല. നിരീക്ഷണത്തിനായി എത്തുന്നത് 2 ഉപഗ്രഹങ്ങളാണ്. അതെ, രാജ്യസുരക്ഷയിൽ അണുവിട വ്യതിചലിക്കാതെ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഏതൊക്കെയാണ് ഇന്ത്യ മുന്നിട്ടിറക്കുന്ന ഉപഗ്രഹങ്ങൾ? എന്തൊക്കെയാണ് അവയുടെ നേട്ടങ്ങൾ? ഇവ എങ്ങനെ രാജ്യസുരക്ഷയിൽ ഗുണകരമാകും? വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം 2 പ്രധാന സൈനിക നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഈ വർഷം അവസാനത്തോടെ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. ഒന്ന്, ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് അഥവാ TDS. 2, ജിസാറ്റ് 7R എന്നിവയാണവ. സൈനിക ആശയവിനിമയത്തിനായി നിലവിൽ ഉപയോഗിക്കുന്ന ജിസാറ്റ് 7 പകരമായാണ് ജിസാറ്റ് 7R ഉപയോഗിക്കുക. നാവികസേനയ്ക്ക് ജിസാറ്റ് 7R ഒരു മുതൽക്കൂട്ടാകും. 1589 കോടി രൂപയാണ്, അതായത് $225.5 മില്യൺ ജിസാറ്റ് 7Rന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ISROയുടെ GSLV Mark II ലോഞ്ച് വാഹനത്തിലാകും ഇതിനെ ബഹിരാകാശത്ത് എത്തിക്കുക. 2013 ജിസാറ്റ് 7 ഇന്ത്യ ബഹിരാകാശത്തെത്തിച്ചത്. നാവികസേനയ്ക്ക് വേണ്ടി നിരീക്ഷണം നടത്തുന്നതിനായിരുന്നു ഇത്. നാവിക പ്രവർത്തനങ്ങളിൽ അത്യാവശ്യം വേണ്ട മൾട്ടിബാൻഡ് ആശയവിനിമയ ശേഷി നൽകുന്ന കൃത്രിമ ഉപഗ്രഹമായിരുന്നു രോഹിണി. യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ, മറ്റ് തീരദേശ സംവിധാനങ്ങൾ എന്നിവ തമ്മിൽ തത്സമയം സുരക്ഷിതമായ ആശയവിനിമയം നടത്താൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെമ്പാടും ഇത് സഹായകമായി. ജിസാറ്റ് 7നേക്കാൾ മികവാർന്ന ആശയവിനിമയ സംവിധാനം നാവികസേനയ്ക്ക് നൽകുന്നതാകും ജിസാറ്റ് 7R. ഭൂമധ്യരേഖയ്ക്ക് 35,786 കിലോമീറ്റർ ഉയരത്തിലെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാകും ഇത് ഭ്രമണം ചെയ്യുക. 2650 കിലോയോളം ഭാരം ഇതിനുണ്ടാകും. രണ്ടാമതായി പറയേണ്ടത് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റിനെ കുറിച്ചാണ്. തങ്ങളുടെ സാങ്കേതിക കഴിവുകൾ വികസിപ്പിക്കാനും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലെ ദേശീയമായ മികവ് വർദ്ധിക്കാനുമാണ് ISRO ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റിനെ വിക്ഷേപിക്കുന്നത്. ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റും ജിസാറ്റ് 7Rനൊപ്പമാണ് ഇന്ത്യ വിക്ഷേപിക്കുക. ഇതിന്റെ സാങ്കേതിക മികവുകൾ എന്തെല്ലാമെന്ന് ഇനിയും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ 2 ഉപഗ്രഹങ്ങൾ മാത്രമല്ല, മറ്റൊരു സുപ്രധാന നേട്ടത്തിലേക്ക് കൂടി ISRO തയ്യാറെടുക്കുന്നുണ്ട്. ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പുറമെ 75,000 കിലോ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുള്ള 40 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള റോക്കറ്റ് ഇന്ത്യ നിർമ്മിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തേറെ മുന്നേറ്റം നടത്താൻ ഇത് ഇന്ത്യയെ പ്രാപ്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ കാലത്ത് ഇന്ത്യ 17 ടൺ ഭാരമുള്ള റോക്കറ്റിൽ 35 കിലോ ഭാരമേ ബഹിരാകാശത്ത് എത്തിച്ചിരുന്നുള്ളൂ. അതിൽ നിന്നും വൻ കുതിപ്പാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ത്യ നേടിയിട്ടുള്ളത്.